ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. FRR കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തന്തൂരി ചിക്കനാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. നല്ല 3 മീഡിയം ടൈപ്പിൽ ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല നാടൻ ചിക്കനാണേ. അപ്പോൾ ഇത് ഏകദേശം ഒരു 3.5 ഗ്രാം ഉണ്ട്, അതായത് 3.5 കിലോ. ഒരുമാതിരി മീഡിയം ടൈപ്പിൽ ചിക്കനാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതെല്ലാം വൃത്തിയായിട്ട് കഴുകിയിട്ട് നമ്മളത് മുറിച്ചുകൊണ്ടിരിക്കുവാണ്. നല്ല രീതിയിൽ വരഞ്ഞ് കൊടുക്കണം. അതിൻ്റെ നെഞ്ചി വശവും അതിൻ്റെ തോടവശവും എല്ലാം ഇങ്ങനെ കണ്ടോ, നമ്മൾ വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 3 ചിക്കനും ഇങ്ങനെ വരഞ്ഞെടുത്തിട്ടുണ്ട് കണ്ടോ. ഇനി നമ്മളതിൻ്റെ മസാല കൂട്ടാണ് ഉണ്ടാക്കുന്നത്. മെയിനായിട്ട് നമ്മൾ ഇതിനെ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. ഒരു 3 സ്പൂൺ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വലിയ സ്പൂണാണ്. ഇനി നമ്മളിടുന്നത് മഞ്ഞൾപ്പൊടി, അത് ഒരു സ്പൂൺ നിറച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മളിടുന്നത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട്. ഗരം മസാല ഇട്ടതിന് ശേഷം കുരുമുളക് പൊടി ഇട്ടു. അതിന് ശേഷം നമുക്കിടാം കുറച്ചുകൂടെ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് ഹിങ്കാണ് ഇട്ട് കൊടുക്കുന്നത്, അതായത് കായപ്പൊടി കുറച്ചിട്ട് കൊടുത്തു. അതിന് ശേഷം നമ്മളിടുന്നത് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ്. ഈ 3 കോഴിക്കും വേണ്ടേ, അതിന് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക്. അതിന് ശേഷം നല്ല കട്ട തൈരാണ്, 3 സ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കണേ. സ്വല്പം ഒരു 3-4 സ്പൂൺ എണ്ണയുണ്ട്, അതും കൂടെ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം കുറച്ച് വിനാഗിരി, അതും കൂടെ ഒഴിച്ച് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാം. ആ എണ്ണയിൽ എല്ലാം കൂടെ ഒന്ന് പിടിപ്പിച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ കുറച്ച് ക്രഷ്ഡ് ചില്ലി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. ആവശ്യത്തിന് വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് മിക്സ് ചെയ്യുവാണേ. ഇനി നമുക്ക് ഓരോ ചിക്കനിലും മസാല ഇങ്ങനെ ദാണ്ട അതിൻ്റെ ഉൾഭാഗത്തൊക്കെ പിടിപ്പിച്ച് കൊടുക്കണം. നമ്മൾ വരഞ്ഞെടുത്തില്ലേ, അതിൻ്റെ ആ ഉൾഭാഗത്തോട്ടൊക്കെ നല്ല രീതിയിൽ അങ്ങ് പിടിപ്പിച്ച് കൊടുക്കാം. ദാ ഇങ്ങനെ കണ്ടോ. അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ മുളകെല്ലാം ഇതാ തേച്ച് പിടിപ്പിച്ചെടുക്കുവാണ്. അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ കണ്ടോ, അതിൻ്റെ ഉള്ളിലോട്ടുമൊക്കെ മുളക് പിടിപ്പിച്ച് കൊടുക്കണം നല്ല രീതിയിൽ. അപ്പോൾ നമുക്ക് ഉപ്പും മുളകും ആ വിനാഗിരും എല്ലാം കൂടെ പിടിപ്പിച്ചാണ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു കുറഞ്ഞത് ഒരു മണിക്കൂർ ഇരുന്നാൽ കുഴപ്പമില്ല. നമുക്കത് മൂടി വെക്കാം. 1 മണിക്കൂർ അവിടെ ഇരുന്നോട്ടെ. അതിന് ശേഷം നമ്മൾ ദാണ്ട ഒരു ഫോയിൽ പേപ്പർ എടുത്ത് ട്രേയിൽ ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമ്മൾ ബട്ടറൊക്കെ തേച്ച് കൊടുത്ത് നമ്മൾ ഓവനിലോട്ട് വയ്ക്കുവാണ്. കുറച്ച് ബട്ടറൊക്കെ തേച്ച് കൊടുക്കണം അതിൻ്റെ പുറത്ത്. അതിന് ശേഷം ഓവനിലോട്ട് വെക്കുവാണ്. ഇനി നമുക്ക് ഏകദേശം ഒരു 30 മിനിറ്റ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം. 30 മിനിറ്റ് നമുക്കത് എടുക്കും അതൊന്ന് റെഡിയായി കിട്ടാനായിട്ട്. 30 മിനിറ്റിന് ശേഷം നമ്മൾ വീണ്ടും തുറന്ന് നമ്മൾ എടുക്കുവാണേ വെളിയിലോട്ട്. നല്ല ചൂടുണ്ട്, എടുക്കാനൊക്കെ വലിയ പാടാണ്. നല്ല ചൂടാണ് സംഭവം. അതെ, നമ്മൾ വെളിയിലോട്ട് എടുക്കുവാണേ. കണ്ടാ ഇരിക്കുന്നേ. അതിനി തിരിച്ചിട്ടിട്ട് നമ്മൾ വീണ്ടും ബട്ടർ പുരട്ടി കൊടുക്കുവാണേ. അത് വെളിയിലെടുത്ത് തിരിച്ച് ബട്ടർ പുരട്ടി രണ്ടാമത് വീണ്ടും നമ്മൾ ഓവണിലേക്ക് വെക്കുവാണേ. 2 പ്രാവശ്യം വെക്കണം, തിരിച്ചും മറിച്ചും വേവിക്കണ്ടേ. അങ്ങനെ നമ്മളത് വെച്ച് കൊടുത്തു. ഇനിയും നമ്മൾ ഒരു 20 മിനിറ്റ്
അല്ല ഏകദേശം 1 മണിക്കൂർ വരും. അതെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. സംഭവം വെളിയിൽ വന്നിട്ടുണ്ട്. ഇതാ നോക്ക് നമ്മുടെ അപ്പോൾ നമ്മളെ ചിക്കൻ തന്തൂരിയൊക്കെ റെഡി ആയിരിക്കുന്നത് കണ്ട. അവൻ്റെ ഇരിപ്പ് കണ്ട മക്കളെ. ഇനി ഇതാ ഇവനെയാണ് ഇങ്ങനെ ഒന്ന് എടുക്കണം. നല്ല ചൂടാട്ടോ സംഭവം. ഇങ്ങനെ ഒന്ന് എടുത്തിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനെ എല്ലാത്തിനും നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് വേണം നമുക്കിത് സെർവ് ചെയ്ത് കൊടുക്കാനായിട്ട്. സെർവ് ചെയ്യുന്നത് കൂടെ കാണിക്കാം. കണ്ടോ, അപ്പോൾ നമ്മുടെ വീട്ടിലും നമുക്ക് ചിക്കൻ തന്തൂരിയൊക്കെ ഉണ്ടാക്കാം. അടിപൊളിയായിട്ടുണ്ടാക്കാം. ഇതാ കണ്ടോ, അവൻ്റെ കാലെ പിടിച്ചൊന്ന് വലിച്ചാലേ വിട്ടിങ്ങി പോരും. കണ്ടോ, ഇതാ അടിപൊളി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തൊന്ന് കൂടെ കൂട്ടണേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നമ്മൾ സവാളയൊക്കെ ഇട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഓക്കെ, ബൈ.